ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുറത്തിട്ട് അങ്ങനെ ചെറിയൊരു പണി കിട്ടിയായിരുന്നു. അത് ക്ലീൻ ചെയ്യേണ്ട വേറെ ഒന്നുമല്ല, നമ്മൾ അതിലിട്ട് വെച്ച മോർഫുകളാണ്. ഈ മോർഫുകൾ നമ്മുടെ പ്ലാന്റ് മുഴുവൻ കൊത്തി നശിപ്പിച്ച് കളഞ്ഞായിരുന്നു. ഇത് നല്ലൊരു പ്ലാന്റ് ടാങ്കായിരുന്നു. അപ്പോൾ അതെല്ലാം പോയി. അപ്പോൾ രണ്ടാമതിപ്പോൾ മോർഫിനെ മാറ്റിയിട്ട് നമ്മൾ ശ്രിമ്പ് ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ കുറച്ചധികം ശ്രിമ്പിന് എടുത്തിരണം കേട്ടോ. അപ്പോൾ രണ്ടാമത് പ്ലാന്റൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് പണിയായിരുന്നു സെറ്റ് ചെയ്യാൻ. എന്തായാലും അതെല്ലാം ചെയ്ത് ഡ്രിഫ്റ്റ് വുഡിൽ നമ്മൾ കുറച്ച് ജാവാമോസും അനോബിയാസൊക്കെ പിടിപ്പിച്ചിട്ടാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ നൂല് കെട്ടിയാണ് പിടിപ്പിച്ചത്. അന്നിട്ട് ഇടയ്ക്ക് ഇത്തിരി ഗ്ലൂ ഒക്കെ ഇട്ട് കൊടുത്ത് എന്തായാലും നല്ല അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട്. സംഭവം സെറ്റായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, മരത്തുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലോണം കെട്ടി കുറേ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ രണ്ടൊന്ന് ഡ്രിഫ്റ്റ് വുഡ് ഉണ്ട് കേട്ടോ. നമ്മൾ മോർഫിൽ ഇടുന്ന സമയത്ത് ടാങ്കിൽ അടിപൊളി കുറേ പ്ലാന്റുകൾ ഉണ്ടായിരുന്നതാണ്. അതെല്ലാം പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത് സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ശ്രിമ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പ്ലാന്റുകളൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. ഇവന്മാർ ഒന്നും ചെയ്യില്ല. ഇങ്ങനല്ലേ ആൾക്കാർ ഇതേ സംഘം ചേർന്നോട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ക്ലീനിങ് ഒക്കെ കുറവായിരിക്കുള്ളൂ. കാരണം ശ്രിമ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ്റനൻസ് ഭയങ്കര കുറവാണ്. മോർഫാണെങ്കിൽ പെട്ടെന്ന് കുത്തി കലക്കി അലമ്പാക്കും. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ പെട്ടെന്നൊന്നും ക്ലീൻ ചെയ്യേണ്ടി വരില്ല. എല്ലായിടത്തും കുഞ്ഞു കുഞ്ഞു പ്ലാന്റുകളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത് അതൊന്ന് ഗ്രോത്ത് ആയിട്ട് വരണം. പിന്നെ എനിക്ക് വേണം മോർഫിനെ നമ്മൾ ഇട്ടിട്ട് ഒരു കൊല്ലം കഴിഞ്ഞെന്നാണ്. അപ്പോൾ എന്തായാലും ഒന്ന് റീസെറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സാൻഡൊക്കെ മാറ്റി എല്ലാം നല്ല ക്ലിയറാക്കി എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ അടിപൊളി വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ഫാമിൻ്റെ പേജ് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോട്ടാ.